ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും ഭൂമിയുടെ മുക്കിലും മൂലയിലുമുള്ള മലയാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഇങ്ങനെയൊരു സുന്ദര റോഡുള്ള കേരളം കെട്ടിപ്പടുക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഏറ്റവും പാവപ്പെട്ടവൻ മുതൽ പല മഹത് വ്യക്തികളും കടന്നുപോകുന്ന ദേശീയപാതയാണിത്. നാടിനെ ഭരിച്ചും സേവിച്ചും ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായി കാണിച്ചു കൊടുക്കാൻ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല മഹത് വ്യക്തികളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്. ഈ വഴിയിലൂടെ കടന്നു പോകുന്ന അധികാരികളെയും സാംസ്കാരിക നായകന്മാരെയും മാധ്യമപ്രവർത്തകരെയും പൂവിട്ട് പൂജിക്കേണ്ടതാണ്. തൃശ്ശൂർ മണ്ണത്തിയിൽ നിന്നും വടുക്കുംചേരി വരെയുള്ള ദേശീയപാതയുടെ അവസ്ഥയാണിത്. ഈ ദൃശ്യങ്ങൾ പട്ടിക്കാട് മുതൽ വടുക്കുംചേരി റോയൽ ജംഗ്ഷൻ വരെയുള്ള ഏകദേശം 18 കിലോമീറ്റർ ദേശീയപാതയുടേതാണ്. നിരന്തരം ഈ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട ഒരാളാണ് ഞാൻ. ബസ്സുകൾ കുറവായതിനാൽ സമയത്തിന് എത്തിച്ചേരാൻ ബൈക്കിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരാൾ. 10-20 വർഷം ഗ്യാരണ്ടിയോടെ പണിയുന്ന ടോൾ റോഡാണിത്. റോഡ് ടാക്സ് അടയ്ക്കുകയും പിന്നീട് ടോൾ കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലും പിടികിട്ടിയിട്ടില്ല. റോഡ് ടാക്സ് അടച്ച് യാത്ര ചെയ്യുന്ന ഈ യാത്രക്കാരെല്ലാം എത്ര സാഹസികരാണല്ലേ. ഇത്തരം യാത്രാനുഭവങ്ങളിലൂടെയാണ് ഈ സേവകരെല്ലാം കരുത്താർജിക്കുന്നതെന്ന് തോന്നുന്നു. അതിശയകരമാവിധം രൂപാന്തരപ്പെടുന്ന അവസ്ഥയാണ് ഈ റോഡിനുള്ളത്. ഒരു ആധുനിക ചിത്രകാരൻ്റെ ഭാവനയിൽ വിരിയുന്ന വിചിത്ര ചിത്രങ്ങളിൽ നോക്കി നിന്ന് ഒന്നും മനസ്സിലാവാതെ ഇതൊരു സംഭവമാണെന്ന് പറയുന്ന പോലെ വെറും 4-5 മാസമേ ഇങ്ങനെയാവാൻ എടുത്തുള്ളൂ. ഇങ്ങനെയൊരു റോഡുണ്ടാക്കാൻ കഴിവുള്ള എഞ്ചിനീയർമാരെയും അതിലുപരി അധികാരികളെയും ആദരിക്കാൻ ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിക്കേണ്ടത് എത്രയും പെട്ടെന്ന് നടത്തേണ്ടതാണ്. ആയിരക്കണക്കിന് മഴകുഴികൾ നിറഞ്ഞ ആയിരക്കണക്കിന് സാഹസയാത്രക്കാരെ പരലോകത്തേക്ക് കയറ്റയക്കുന്ന ചരിത്രമുറങ്ങിക്കിടന്ന് താണ്ഡവമാടുന്ന റോഡാണിത്. പകൽ ഇങ്ങനെ കടന്നു പോകാമെങ്കിലും രാത്രിയും മഴയുള്ളപ്പോഴും എത്ര ഭയാനകമാണ് ഈ വഴിക്കുള്ള യാത്ര. എന്നെപ്പോലെയുള്ള ഇരുചക്രവാഹനക്കാരുടെ അവസ്ഥ അതിഭീകരം. 10,000-കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഇത്തരം റോഡുകൾ കൊറോണയേക്കാൾ ഭീകരമാണെന്ന് എങ്ങനെ പറയാതിരിക്കും. കാലങ്ങളായി ഈ ഭാഗത്തെ റോഡുകളുടെ അവസ്ഥ ദയനീയമാണ്. ഒരു മഴക്കാലം പകുതിയാകുന്നതോടെ തുടങ്ങുകയായി ദുരവസ്ഥ. കുതിരാൻ തുരങ്കപാതയുടെ പൂർത്തീകരണം സ്വപ്നങ്ങളിൽ മാത്രം. പച്ചയ്ക്ക് പറയുന്ന ബെന്നിച്ചായൻ കടുത്ത ഭാഷയിൽ പലവരും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്യാദി എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും. ഇദ്ദേഹത്തെ പോലെയുള്ളവരുടെ ഉദയമാണ് അല്പമെങ്കിലും നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷ. മനുഷ്യജീവന് ഒരു പട്ടിയുടെ വില പോലുമില്ല. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളുടെ പ്രവർത്തനം പോലെ തന്നെയാണ് നമ്മുടെ റോഡുകളും. ഞരമ്പുകൾക്ക് ബ്ലോക്കുണ്ടായാൽ ശരീരം മരണപ്പെടാം. അതുപോലെ തന്നെ റോഡുകൾ ഇത്തരത്തിലായാൽ അനേകം പേരുടെ ജീവിതത്തെ ബാധിക്കുന്നു, ദുഷ്കരമാക്കുന്നു. ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്നത് സുഗമമായ യാത്രയ്ക്ക് സാധ്യമാകുന്ന റോഡുകളുടെ നിർമ്മിതിയാണ്. നഗരങ്ങളിൽ പലയിടത്തും നല്ല റോഡുകൾ നിർമ്മിക്കുകയും 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ എന്തെങ്കിലും പുതിയതോ പഴയതോ ആയ പ്രോജക്റ്റുകളുടെ കാരണം പറഞ്ഞ് കോടികൾ മുടക്കിയ റോഡുകൾ കുത്തിപ്പൊളിച്ച് തോട് കീറി നശിപ്പിച്ച് അതേപടി വർഷങ്ങളായി ശരിയാകാതെ അങ്ങനെ തന്നെ കിടക്കും. ഒരു പ്ലാനിങ്ങും ദീർഘവീക്ഷണവുമില്ലാത്ത, കാര്യക്ഷമതയില്ലാത്ത, അഴിമതി നിറഞ്ഞ ഭരണ സംവിധാനത്തിനകത്താണ് നാം ഇന്നും ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി അതും പേറി മുന്നോട്ട് പോകുന്ന നപുംസകങ്ങളാണ് നാം എന്ന ജനത. വിരലിലെണ്ണാവുന്ന നല്ലവരുണ്ടെങ്കിലും ഇന്ന് നമ്മളാകെ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരമോഹികളായ രാഷ്ട്രീയക്കാർ ഒരു പാർട്ടി വിട്ട് മറ്റൊന്നിലേക്ക് ചാടിക്കളിക്കുന്നതാണ്. പിന്നെയോ രാഷ്ട്രീയവും മതവും കൂടിക്കലർന്ന അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥ ഭരണ നേതൃത്വങ്ങളുടെ അഴിഞ്ഞാട്ടങ്ങളാണ്. ജനാധിപത്യം മരിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് കമ്പനികളായി മാറിയിരിക്കുന്നു. മഴ കാരണമെന്ന് ന്യായം പറയുന്നവരോട് ഇത്തരം റോഡുകളും ഇവിടെയുണ്ട്. ഒരു മഴയ്ക്ക് ഒലിച്ചു പോകാതെ നിർമ്മിക്കാൻ കഴിവുള്ളവരുമുണ്ട്. മഴയെ പ്രതിരോധിക്കുമെന്ന നിർമ്മാണം നടത്താൻ മനസ്സുള്ള, കാര്യക്ഷമതയുള്ള, ദീർഘവീക്ഷണമുള്ള, അഴിമതിയില്ലാത്ത ഭരണാധികാരികളുണ്ടാവാൻ നാം എത്ര കാലം കാത്തിരിക്കേണ്ടി വരും?